കുമക കുമക ആ ആ അജി വന്ന എത്ര ദിവസമായി എന്നെ കാത്തുക്കൽ തുടങ്ങിയിട്ട് തിരക്കല്ല കോമോക്ക എന്ത് വയറിങ്ങിന് പ്രശ്നം പറഞ്ഞ ഇടക്ക് കരണ്ട് വരിക പോവുക അപ്പൊ കരണ്ടിന്റെ കുഴപ്പമൊന്നുമില്ല ഇവിടുത്തെ കുഴപ്പമെന്നാണ് കുട്ടികൾ പറഞ്ഞത് അപ്പൊ നിങ്ങൾ അതൊന്നും നോക്കി ശരിയായിട്ടുണ്ട് കേട്ടാ ഓമോക്ക് ആകെ കാട് പിടിച്ച് കിടക്കാനുള്ള ഇവിടെ എന്താ അവസ്ഥ അതൊന്നും പറയണ്ട ആരും നോക്കാനില്ലല്ലോ ഇതും അള്ളാന്റെ വീടല്ലേ ആരും തിരിഞ്ഞു നോക്കാനില്ല ഞാനിവിടെ ഇടയ്ക്ക് മിക്ക ദിവസങ്ങളിലും വന്നിട്ട് ഒന്ന് അടിച്ചേരി നന്നാക്കും വൃത്തിയാക്കും രണ്ടരക്കത്ത് സുന്ദരിച്ചു ഞാനവിടെ പോകും ഇടക്കും തിരക്കൊക്കെ ഞാൻ എൻ്റെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇവിടെ വരുന്നുണ്ട് വരുമ്പോൾ ആ വക്തിന് വാങ്ങു കൊടുക്കും നിസ്കരിച്ച് ഞാനവിടെ പോകും നമ്മളല്ലാതെ പിന്നെ ആര് നോക്കാനാ നിങ്ങൾ ഇടക്കിടക്ക് ഈ വൈക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിലേ ഈ പള്ളി നശിച്ചു പോകും. അപ്പൊ ഇനി എത്ര ആളെ പേരിൽ പറയാണ്ട് നിങ്ങൾ ലിസ്റ്റ് പ്രകാരം 1-2 ആൾക്കാരോട് പറയാണ്ടാവുള്ളൂ. പിന്നെ ഈ പള്ളിക്കത്തെ മുഖ്യനോട് നിങ്ങൾ പറഞ്ഞില്ല അയാളെപ്പം എന്തിനാ വിളിക്കേണ്ട ആവശ്യം? അയാൾ മോലേറെ കൂടെ വലിഞ്ഞു കയറി വന്നോളൂ. അല്ലെങ്കിൽ ഇപ്പൊ നാട്ടിലെ എല്ലാ പരിപാടിക്കും വലിഞ്ഞു കയറി വരല്ലേ. നാട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ആളുകളെ ഗൾഫിൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞു ഇയാളൊന്ന് കൊണ്ടുപോവാന്ന്. അപ്പൊ ഇയാള് പറഞ്ഞത് എന്താ അറിയോ, എനിക്ക് പുറത്തൊന്നും പോയി നയിച്ചാൻ പറ്റൂല. അത് പിടിച്ചിങ്ങോട്ട് പോവാ കൊമോക്ക. നിങ്ങൾക്ക് വിഷമായേക്കാ? ഹായ്, അങ്ങനൊന്നുമില്ല. നിങ്ങളെ മുഖം കണ്ടിട്ട് അങ്ങനെ അല്ലല്ലോ തോന്നണം. ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാ, ഇതുകൊണ്ട് എനിക്കൊരു വിഷമമില്ല. ഓരോ വലിയ വലിയ പൈസക്കാര്, ഞാനോ ഒരു സാധാരണക്കാരൻ, ഒരു ദരിദ്രവാസി. ഞമ്മക്ക് നാട്ടിലും വിലയില്ല, കുടുംബത്തിലും വിലയില്ലാത്തൊരു മനുഷ്യൻ. എനിക്കറിയില്ലേ, എൻ്റെ അമ്മ ഒരു പണ്ടേ ഒരു രോഗിയാണ്. ഇമ്മാനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ദൂരം ബൈക്കുള്ള പണി കിട്ടിയിട്ട് ഞാൻ ഒഴിവാക്കിയിട്ട് ഇവിടെ അങ്ങനെ കൂടുന്നുണ്ട്. 2 ദിവസം പണിക്ക് പോകാഞ്ഞാല് ഒരു കഞ്ഞി പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ദരിദ്രൻ. എന്തൊക്കെ അത് കുട്ടികളെ മരിക്കും കരല്ലേ. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ ദരിദ്രവാസി എന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ഇന്നെയും പഠിച്ച റബ്ബ് പറഞ്ഞിട്ടില്ല. പക്ഷെ അള്ളാന്റെ മുമ്പിലേ നിങ്ങൾ സമ്പന്നനാണ്. പുറത്തൊക്കെ നല്ല ജോലി കിട്ടിയിട്ടേ ഉമ്മാക്ക് സുഖം ചേറ്റ് ഇവിടെ നിന്ന് ഉമ്മാനെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞ നിങ്ങളെ റബ്ബ് ഒരിക്കലും ദരിദ്രവാസിയായി കാണൂല. അവന്റെ മുന്നിൽ നിങ്ങൾ തന്നെയാണ് ഏറ്റവും മഹാൻ. ആരും കയറി വരാതെ നശിച്ചു പോകേണ്ട ഈ ഭവനം സ്വന്തം വീടിനേക്കാൾ പവിത്രമായി ആരും വന്നിട്ടില്ലെങ്കിൽ പോലും റബ്ബിന്റെ ശബ്ദമായി ബാങ്ക് വിളിച്ചും അവനോട് ഒറ്റക്കെന്ന പോലെ നിസ്കാരമെന്ന സംഭാഷണവും നടത്തുന്ന നിങ്ങളെക്കാൾ പ്രിയപ്പെട്ടവൻ അവന് മറ്റാരാണുള്ളത്? എന്റെ തൊട്ടടുത്ത് ഈ കുഞ്ഞു ഭവനം ഉണ്ടായിട്ടും അങ്ങാടിയിലെ AC വെച്ച പള്ളിയിലേക്കാണ് ഞാൻ പോണത്. ആ സ്ഥാനത്താണ് നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഈ പള്ളി ഒരു പോരാളിയെ പോലെ സംരക്ഷിക്കുന്നത്. പൊമോക്ക, ആ റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ എങ്ങനെ ദാരിദ്ര്യം പിടിച്ചവനാവുന്നത്? നിങ്ങളാവും ഇക്ക റബ്ബിന്റെ മുന്നിൽ ഇരു ലോകവും ഒരുമിച്ച് കീഴടക്കിയാകും. നിങ്ങളെപ്പോലെ കുറച്ച് പേരെ ഉണ്ടാവൂ അവന് മുന്നിൽ. വാങ്ങ് കൊടുക്കാൻ സമയമായി.